Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, ആരാ പ്രേത പാടുന്നതിന്? ഞാനാണ് മാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുവീടിനുൾത്തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. Sign ഞാനാണ് മാം. Today, July 25th, World Embryologist Day. Test tube baby. On 25th July 1978, Lucy's John Brown became the first baby to be conceived through the IVF or in vitro fertilization. And so the date is celebrated as World Embryologist Day in every year. അതായത് ഫസ്റ്റ് IVF ബേബി ഇന്ന ഡേറ്റിലാണ് മാം അതായത് ജനിച്ചത്. സോ ഈ ഡേ ആണ് എല്ലാ വർഷവും എംബ്രിയോളജിസ്റ്റ് ഡേ ആയിട്ട് എംബ്രിയോളജിസ്റ്റ് ഡേ ആയിട്ട് എനിക്ക് പ്രൊണൗൺ ചെയ്യാൻ കിട്ടുന്നില്ല കറക്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇൻ UK. ഫസ്റ്റ് കുട്ടി ജനിച്ചത് UK-യിലാണ്. ഇതിൽ വന്നിട്ട് 3 ഡോക്ടർമാരുണ്ടായിരുന്നു. ഡോക്ടർ റോബർട്ട് ജിയോഫ്രി എഡ്വേർഡ്സ്, ഡോക്ടർ പാട്രിക് ക്രിസ്റ്റോഫർ, nurse Jane McLean Purdy. And in 2010, Dr. Edwards received a Nobel Prize for developing IVF. Thank you, ma'am. Okay. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ലെന്ന് വരാം. APJ അബ്ദുൽ കലാം. എന്തെങ്കിലുണ്ടോ? ഇന്നത്തെ ഒരു ന്യൂസിനെ കുറിച്ച് ഒന്ന് പറയാം മാം. നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ എല്ലാരും TV-യിൽ കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു റേപ്പ് കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ വിവരം. എല്ലാരും വാർത്ത കണ്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നി. കാരണം 2:15 എന്തോ സമയത്താണ് ജയിലിൽ നിന്ന് പ്രതി ചാടിയെന്നാണ് പറയുന്നത്. ജയിൽ അധികൃതർ അറിഞ്ഞത് 7 മണിയോടുകൂടി. അപ്പൊ എന്താണ് ഒരു ജയിലിൽ നടക്കുന്ന ഒരു സുരക്ഷയുടെ പ്രശ്നങ്ങളാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റണം. അത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഇത്ര ഒരു കൊടും കുറ്റവാളി, അയാളാണെങ്കിൽ ആ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു എന്നാ പറയണം. അവിടെ നിന്ന് എത്ര ദിവസത്തെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടായിരിക്കും അയാൾ രക്ഷപ്പെട്ടത്. കാരണം ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ പ്രവർത്തിക്കേണ്ടതാണ്, അതൊന്നും പ്രവർത്തിക്കാണ്ട് അയാളെ ഷോക്കൊന്നും അടിച്ചിട്ടില്ല. അയാള് ഒരു കൈ പോലും ഇല്ലാത്ത അയാള് അരം കൊണ്ട് ഇങ്ങനെ ചെയ്താണ് ആ സെല്ലിന്റെ കമ്പി വളച്ച എന്നാണ് കരുതപ്പെടുന്നത്. അതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കണ കാര്യമല്ല. ഇത്രയും ദിവസമായിട്ട് അയാൾ അത് ചെയ്തിട്ട് ഈ ജയിലിൽ അധികൃതർ ഇതൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ അവിടെയൊക്കെ CCTV ക്യാമറ ഉണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടന്നേക്കണത്. എന്നിട്ട് അയാൾ ആ തുണി കെട്ടി ഫെൻസിങ് കൊളുത്തി ജയിലിന്റെ മതില് ചാടിക്കടന്നു. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള മതിലാണ് ഒരു കൈ മാത്രമുള്ള ഒരു പ്രതി ചാടിക്കിടന്നെന്ന് പറയുമ്പോൾ ഇത് ആരാണ് അയാളെ സഹായിച്ചതെന്ന് പോലും, ജയിലിന്റെ ഉള്ളിൽ നിന്നാണോ പുറത്തുനിന്നാണോ ഇയാൾക്കൊരു ഹെൽപ്പ് കിട്ടിയെന്നുള്ള കാര്യം അറിയില്ല.
DGPയുടെ എന്തോ സന്ദർശനം പ്രമാണിച്ച് ജയിൽ ജീവനക്കാരൊക്കെ അതിന്റെ പുറകെ പോയി എന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞാലും ഇത്രയും ഒരു കൊടും ക്രിമിനല് എങ്ങനെ ഈ ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ജയിലിലൊക്കെ എന്താ നടക്കണേന്ന്. കാരണം അന്ന് 2011 തോന്നുന്നു ആ സൗമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ ട്രെയിനിൽ വെച്ച് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് അയാൾ ക്രൂരായിട്ട് റേപ്പ് ചെയ്ത് തള്ളിയിട്ടതാന്ന് പറയുന്നു. കൊലപ്പെടുത്തിയ അയാളാ. അന്ന് അയാളെ പിടിച്ചപ്പം നമ്മൾ ഫോട്ടോ കണ്ട ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു കോലായിരുന്നു അയാള്. ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല കൊടുത്ത് വെളുത്തിരിക്കണ പോലെ ഒരു സുന്ദരനായിട്ടുള്ള ഒരാള്. ജയിലിലാണ് ഏറ്റവും നല്ല ഫുഡും കാര്യങ്ങളും കിട്ടുന്നത് പ്രതികൾക്ക്. നമ്മുടെ നാട്ടില് ഭക്ഷണം കിട്ടാണ്ട് ഒത്തിരി പേര് വലയുന്നുണ്ട്. പക്ഷെ നാട്ടിലുള്ളവർക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവില്ല. ജയിലിലുള്ളവർക്ക് നല്ല ഫുഡ്. അന്നത്തെ ഫോട്ടോയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നത്തെ ഒരു വാർത്തയിൽ അയാളുടെ മുഖം കണ്ടത് കാണാൻ ഒരു മെലയില്ലാത്തൊരു കോലായിരുന്നു. ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തൊരു ഇതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഗുരുതരമായൊരു പ്രശ്നം ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ എന്തോ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ഒരു 944668 അങ്ങനെ കൂട്ടി. ആ ഒരു നമ്പർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഓർത്തു വെക്കുക. കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ളവർ നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ ഒരു ഒരു സാദൃശ്യം ഒരാളെ കണ്ടാൽ പോലും പോലീസിനെ ഇൻഫോം ചെയ്യണം. അയാളെ പിടിക്കണം. അയാൾക്ക് ശരിക്കും വധശിക്ഷ വേണം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കണ്ടില്ല, ഞാൻ വാർത്തയും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിടിച്ചോ? ഞാൻ കണ്ടില്ല. അയാളെ ചാടി കടന്ന വേറൊരു മതിലിന് ഒരു കിണറ്റിലായിരുന്നു. അയാളെ വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വാർത്തയിൽ കണ്ടിരുന്നു. അതിപ്പോ ആണോ? ഇനി കണ്ടില്ല. പിടിച്ചോ? സന്തോഷം. പിടിച്ചു. എങ്കിലും ജയിലിൽ ഇതൊക്കെയാണല്ലോ നടക്കുന്നതെന്ന് ഓർത്തിട്ട് ഇത്രയും വലിയ ക്രിമിനലിനൊക്കെ ചാടാനുള്ള ഒരു അവസരേ. കാരണം എത്ര ദിവസം കൊണ്ടാണ് അയാൾ ഒരു കൈ കൊണ്ട് ഇതൊക്കെ സെല്ലിന്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെന്ന് വന്ന് ആലോചിച്ച വളയ്ക്കാൻ. ഇതൊക്കെ ഈ ഡെയിലി പോലീസുകാരൊക്കെ ആ ഒരു അയാളെ കടത്തിയ സെല്ലിലൊക്കെ പോണം. ഇവരാരും ഇത് കണ്ടില്ല എന്നുള്ളതാണ്. കുറ്റവാളികൾക്കൊരു പ്രോത്സാഹനമാണ് ഇതെല്ലാം. ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സുരക്ഷയൊന്നും ഇല്ലാത്തതാണല്ലോ. അവരൊക്കെ അത് കണ്ട് കണ്ണടച്ചിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് നമുക്ക് സുരക്ഷ നമ്മുടെ സുരക്ഷ അല്ലേ നമുക്കറിയാലോ. പേപ്പറിലൊക്കെ കാണുന്നവരല്ലേ ഓരോ കാര്യങ്ങളും വാർത്തകളൊക്കെ. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം എന്നുള്ള അവസ്ഥയാണ്. ഇന്ന് എറണാകുളം ജില്ലയിലൊക്കെ അവധിയാണ് അല്ലെ? കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്. പക്ഷെ ഇന്ന് അവധി കൊടുത്തോണ്ട് അധികം മഴയില്ല, ചെറിയ ചെറിയ മഴകൾ. അതെ. അപ്പോ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോർഷനിൽ പഠിച്ചല്ലേ. 4th പാർട്ടിലെ 7th യൂണിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വാല്യൂസ് കൈൻഡ്സ്. ഓക്കെ, കുട്ടികളില് വാല്യൂസ് വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വണ്ണായിരുന്നു അതില് കമ്മ്യൂണിറ്റി പ്രെയർ. അതുപോലെ നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസ്. അതുപോലെ SUPW അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. അതുപോലെ 5ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. ഇനി നെക്സ്റ്റ് നോക്കാം, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടാം, ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, ആര് പറയും? എന്താ അതിൽ പറയുന്ന പോയിന്റ്സ്? ഞാൻ പറയാമോ?
നമ്മുടെ സ്കൂളിൽ കറക്റ്റ്, നമ്മുടെ ഏത് സ്കൂളാണോ ആ സ്കൂളിൽ കറക്റ്റ് ആയിട്ട് നാഷണൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട മെയിൻ തിങ് നാഷണൽ എന്തം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ സ്കൂൾ അസംബ്ലീസിൽ എങ്ങനെ അവര് നിൽക്കണം, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ, പിന്നെ അവിടെ പാർലമെന്റ്സ്, അതായത് മോക്ക് പാർലമെന്റ്, ഇപ്പോ ചെറിയ ചെറിയ കുട്ടികൾക്കാണെങ്കിലും എലക്ഷൻസ് വെക്കും. ഫസ്റ്റ് ടു ഫിഫ്ത്ത്, ഫിഫ്ത്ത് ടു 10th അങ്ങനെ ഡിവിഷൻസിലെ എലക്ഷൻസ് വെച്ച് അവിടെ കുട്ടികളെ സെലക്ട് ചെയ്യണം. പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട്, സ്കൂൾ പാർലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ ലോക്കൽ ആയിട്ട് നാഷണൽ ലെവൽസിലെ പ്രോബ്ലംസ് അവരെ അറിയിക്കാം ചെറുതായിട്ട്, കുട്ടികൾക്ക് ലെവലില് നമ്മൾ അറിയിച്ച് അതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുക അവരിനെ. ഡിബേറ്റ് എന്താ മാം? ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിബേറ്റ് അയ്യോ എന്റെ മലയാള വാക്ക് കിട്ടുന്നില്ല മാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിബേറ്റ് നടത്തിയിട്ട് സംവാദം വെക്കില്ലേ നമ്മള്? അറിയോ? അത് മീനിങ് അറിയുന്നുണ്ട് മാം, പക്ഷെ എന്റെ പ്രോപ്പർ മലയാളം വേർഡ് കിട്ടുന്നില്ല എനിക്ക് പറയാൻ. അതായത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരിത്. നെക്സ്റ്റ് പറഞ്ഞോളൂ. അറേഞ്ചിങ് എ ട്രിപ്പ് ടു പ്ലേസ് ഓഫ് കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ഒരു സ്കൂളിന് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കളിക്കാനും വേണം, എന്നാൽ അതും അല്ലാണ്ട് ഹിസ്റ്റോറിക്കൽസ് ആയിട്ട് കുട്ടികളെ അറിയിക്കാനുള്ള ട്രിപ്പും നമ്മൾ അതിൽ കണ്ടക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൾച്ചറൽ ആയിട്ടും ഇപ്പൊ ടെമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹിസ്റ്റോറിക്കലൊക്കെ നമ്മൾ അവരിന് പഠിപ്പിക്കണം. അവിടെ പോയി വന്നു എന്നല്ലാണ്ട് അതിനെ കുറിച്ച് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതാക്കണം. സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഒക്കെ സ്കൂളിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. സ്കൂളിൽ നമ്മൾ അത് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നല്ലാണ്ട് അന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് എങ്ങനെ നമുക്ക് കിട്ടിയെന്നുള്ളത് ഓരോ പ്രാവശ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കലാണ് അവർ അറിയുള്ളൂ. ഇത് ഓരോ സിറ്റിസൺ ആയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മളായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്കൂളിൽ എല്ലാത്തിലും ഓരോ ക്ലബ് ഉണ്ട്. ലൈബ്രറി ക്ലബ്, ഫ്രണ്ട്ഷിപ്പ് ക്ലബ്, അങ്ങനെ ഓരോന്നുണ്ട്. അതിലെല്ലാം നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചാലാണ് അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് മനസ്സിലായിരുന്നു. പറയാൻ പറ്റാം? ഞാൻ പറയാം. സബീന. അതായത് ഒരു നമ്മുടെ പൗരത്വ ബോധമുള്ള അത് ഒരു സിറ്റിസൺസിന്റെ മൂല്യങ്ങളൊക്കെ അറിയുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നമുക്ക് കുറെ നടപടികൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് ഒന്നാമത് സ്കൂൾ അസംബ്ലി നമുക്ക് പതിവായിട്ട് സംഘടിപ്പിക്കുക, ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ കുറച്ച് പൗരത്വബോധമുള്ളവരായി മാറും. പിന്നെ നമ്മുടെ ദേശീയ പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു മോക്ക് പാർലമെന്റ് മോക്ക് പാർലമെന്റ് ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് സംവാദം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്യുക. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ളതും മതപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ടൂർ പോലെ ഒക്കെ വെക്കുക. പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേനും സ്വാതന്ത്ര്യദിനവും ഒക്കെ പിന്നെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡേ എന്നിവയൊക്കെ ആഘോഷിക്കുക. പിന്നെ ചെറിയ ചെറിയ ക്ലബുകളൊക്കെ രൂപീകരിക്കുക. ഇത്രയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് പൗരത്വബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. സ്കൂൾ അസംബ്ലികൾ പതിവായി സംഘടിപ്പിക്കുക, ദേശീയ പതാക ഉയർത്തുക, ദേശീയ ഗാനം ആലപിക്കുക, ഇതൊക്കെ പതിവായി ചെയ്യിക്കുക. പ്രാദേശികമായിട്ടുള്ള ദേശീയമായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം കുട്ടികളിൽ കൊണ്ടുവരിക. അതുപോലെ മോക്ക് പാർലമെന്റ്, സ്കൂൾ പാർലമെന്റ്, ഇലക്ഷനുകളൊക്കെ കൊണ്ടുവരിക. സംവാദങ്ങൾ സംഘടിപ്പിക്കുക. സാംസ്കാരിക, മത, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ക്രമീകരിക്കുകയും അതിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ദേശീയ ഉത്സവങ്ങൾ, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, ലോക പരിസ്ഥിതി ദിനം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുക. അതുപോലെ സൗഹൃദ ക്ലബ്ബുകൾ, അതുപോലെ കാർഷിക ക്ലബ്ബുകൾ, സഹകരണ ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ക്ലബ്ബ് ആക്ടിവിറ്റികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കുക. കറക്റ്റ് എല്ലാവർക്കും കിട്ടിയല്ലേ? 2-3 പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എല്ലാവർക്കും പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് അല്ലെ, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ കുറിച്ച് നമ്മള് എന്താണ് ദേശീയ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അല്ലെ, പൗരത്വ ബോധമുള്ള ഒരു കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യവാന്മാരാക്കേണ്ടത് എന്നുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് റെഗുലർ ഓർഗനൈസിങ് സ്കൂൾ അസംബ്ലി അല്ലെ, റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ സംഘടിപ്പിക്കണം. അതുപോലെ ഹോസ്റ്റിംഗ് നാഷണൽ ഫ്ലാഗുകൾ, നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ ആന്തം, അതിന്റെ പ്രാധാന്യവും ഫ്ലാഗിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ കുട്ടികളിലേക്ക് ബോധവാന്മാരാക്കണം. അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസിംഗ് മോക്ക് പാർലമെന്റ്സ് ആൻഡ് ഡിബേറ്റ്സ് ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിബേറ്റുകൾ, നമ്മുടെ നാഷണൽ ആൻഡ് ലോക്കൽ പ്രോബ്ലംസിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ട് അവരുടെ അഭിപ്രായങ്ങള് അതൊക്കെ ഒന്ന് നമുക്ക് ഡിബേറ്റ് നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും അല്ലെ, ഓരോ കാര്യങ്ങളും അവരെ ബോധ്യവാന്മാരാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുക, കൾച്ചറൽ ആയിട്ടും റിലീജിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുന്നതിലൂടെ എന്താണ്, അതുപോലെ മ്യൂസിയങ്ങള്, ആർട്ട് ഗാലറി, അതുപോലെ തന്നെ ക്ഷേത്രങ്ങള്, പള്ളികള്, അതുപോലെ തന്നെ പല സ്മാരകങ്ങള്, ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങളൊക്കെ സന്ദർശിക്കുന്നതിലൂടെയൊക്കെ കുട്ടികളെ അതൊക്കെ കാര്യങ്ങളൊക്കെ പണ്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരെ അറിയിക്കാനായിട്ടും അതിൽ ബോധ്യവാന്മാരാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം. ഇനി എന്താണ് സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ് അല്ലെ, ദേശീയോത്സവങ്ങള്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ, നാഷണൽ ഇൻഡിപെൻഡൻസ് ഡേ, അതുപോലെ തന്നെ വേൾഡ് എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. അത് അത്യാവശ്യമാണ്. അവരുടെ ആ ദിവസത്തെ പ്രാധാന്യത്തെ കുറിച്ച് അവരെ ബോധ്യവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ആയാലും ഓരോ പ്രധാനപ്പെട്ട ഡേകളായാലും നമ്മള് സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എസ്റ്റാബ്ലിഷിംഗ് പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബ്സ്, സൗഹൃദ ക്ലബ്ബുകൾ, അതുപോലെ സഹകരണ സൊസൈറ്റിയിലെ സഹകരണ സംഘങ്ങളൊക്കെ സ്ഥാപിക്കണം, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ സ്കൂളുകൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ പല ക്ലബ്ബുകളുണ്ട് അല്ലെ, സൗഹൃദ ക്ലബ്ബ്, അതുപോലെ പല ക്ലബ്ബുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ക്ലബ്ബുകളും അവരെ പങ്കാളികളാക്കുന്നതിലൂടെ അതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൊക്കെ അവര് ബോധ്യവാന്മാരായിരിക്കും. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ക്ലബ്ബ് അതൊക്കെ സംഘടിപ്പിക്കുന്നതിലൂടെയൊക്കെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാനായിട്ടും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ്, 7th വണ്ണാണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. വായിച്ചു നോക്കി, സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ആർക്കും പറയാൻ പറ്റും? Social services programs. Social services activities promote social belongingness, social cohesion, and social well-being. The following activities may be organized for the purpose. അതായത് സാമൂഹിക പ്രവർത്തനങ്ങളും പിന്നെ കൊഹിഷൻ എന്നുള്ളതിന്റെ എനിക്കറിയില്ല കേട്ടോ. സാമൂഹികമായ ക്ഷേമങ്ങളായിരുന്നു വിചാരിക്കുന്നു. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങള്. Organization of literacy campus in rural areas, slum areas, rendition voluntary service during local festival.
അതിനകത്ത് ആ രണ്ടാമത്തെ വേർഡിന്റെ മീനിങ് അറിയില്ല. ആദ്യത്തേത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്ലം ഏരിയ, ചേരി പ്രദേശങ്ങളിലൊക്കെ സാക്ഷരതയായി ബന്ധപ്പെട്ട ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുക. പിന്നെ റെൻഡീഷൻ എന്താണെന്ന് അറിയില്ല. വോളണ്ടറി സർവീസസ് ഡ്യൂറിങ് ലോക്കൽ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഓർഗനൈസിങ് ക്യാമ്പ്സ് ഫോർ ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ, പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് മൈനർ ക്രിയേഷൻ വർക്ക്സ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ ലൈക്ക് ലേയിങ് ഔട്ട് ലിങ്ക് റോഡ്സ്, ഗാർഡൻസ്, വൈറ്റ് വാഷിംഗ് എക്സെട്ര. അതായത് സ്കൂളിന്റെ അകത്തും പുറത്തും ലിങ്ക് റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് മനസ്സിലായില്ല. ലിങ്ക് റോഡ്, പിന്നെ ഗാർഡന്, പിന്നെ വൈറ്റ് വാഷിംഗ് ഒക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തുക. പിന്നെ ഓർഗനൈസിങ് പബ്ലിക് റെക്കഗ്നിഷൻ കമ്പൈൻസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എയ്ഡ്സ് ഡെവിൽസ് ഓഫ് ഡൗറി എക്സെട്ര. അതായത് ഇത് എൻവയോൺമെന്റ്, പരിസ്ഥിതി മലിനീകരണം, അതുപോലെ ഡൗറി ആയിട്ട് ബന്ധപ്പെട്ട സ്ത്രീധന വാങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ പൊതുജനത്തിനൊരു അവബോധം സൃഷ്ടിക്കുക. ഇത്രയൊക്കെ. ഇന്നത്തെ 1-2 വാക്കിന്റെ മീനിങ് എന്നാന്ന് മനസ്സിലായിട്ടില്ല. പറയാൻ പറ്റും? പറയട്ടെ മാം. പറഞ്ഞോ. അതായത് സോഷ്യൽ സർവീസ് പ്രോഗ്രാം, സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യുന്ന കുറെ പ്രോഗ്രാം, അതായത് സമൂഹത്തിന്റെ ഐക്യവും സമൂഹത്തിന്റെ നന്മയും ഒക്കെ നിലനിർത്താൻ വേണ്ടി കുറെ പരിപാടികൾ സംഘടിപ്പിക്കുക. അതിൽ പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് ഈ എന്തുവാ ഇത് ചേരി പ്രദേശങ്ങളിൽ സാക്ഷരതയുടെ ഒക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ഓരോ സേവനങ്ങൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ പരിസ്ഥിതിയുടെ ശുചിത്വത്തിനെ കുറിച്ചൊക്കെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് ക്യാമ്പ് സംഘടിപ്പിക്കുക. പിന്നെ സ്കൂളിനകത്തും പുറത്തും ഒക്കെ ചെറിയ ചെറിയ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ റോഡ് കൺസ്ട്രക്ഷൻസും, പിന്നെ ഈ കുഴിയൊക്കെ വന്ന അതൊക്കെ നികത്താന്, പിന്നെ പെയിന്റിങ്, അങ്ങനത്തെയൊക്കെ. ഈ NCC പിള്ളേരും ഈ സ്കൗട്ട്സും ഗൈഡ്സിലും ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ നിൽക്കുമല്ലോ, റോഡിലൊക്കെ ഇടയ്ക്ക് ഓരോ പരിപാടി. അങ്ങനെ ഈ ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധി ജയന്തിയുടെ ദിവസമൊക്കെ. പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് ഉള്ള അതിന്റെ കാര്യങ്ങളൊക്കെ പിള്ളേരെ ഒന്ന് ബോധവൽക്കരിക്കുക. പിന്നെ സ്ത്രീധനം വാങ്ങിക്കുന്നതിന്റെ ദോഷങ്ങൾ, അതിനെക്കുറിച്ചും ഒക്കെ ഒരു ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുക. ഞാൻ പറയാമേ. സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യണതാണ്. അതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു സാമൂഹിക ക്ഷേമവും സാമൂഹിക ഐക്യമൊക്കെ കൈവരുന്നതാണ്. ഏതൊക്കെയാണ് ആക്ടിവിറ്റീസുകൾ എന്ന് പറഞ്ഞാല്, റൂറൽ ഏരിയയിലും സ്ലം ഏരിയയിലൊക്കെ സാക്ഷരത ക്യാമ്പ് നടത്തുക. അതേപോലെ തന്നെ ലോക്കൽ ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുക്കുക. പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഹൈജീൻ, അതായത് അതിനെക്കുറിച്ചുള്ള ഒരു പാരിസ്ഥിതിക ശുചിത്വത്തെ കുറിച്ചുള്ളൊരു ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ക്യാമ്പുകൾ നടത്തുക. അതേപോലെ തന്നെ സ്കൂളിന്റെ ഉള്ളിലല്ലാതെ പുറം സൈഡിൽ ഉണ്ടാവുമല്ലോ ഈ റോഡ് നിർമ്മാണം, ഗാർഡൻ, വൈറ്റ് വാഷിംഗ്, അങ്ങനെയൊക്കെ നടത്തുക. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. NSSന്റെ ഭാഗമായിട്ട് നെല്ല് കൊയ്യലും അങ്ങനെയൊക്കെ അതിനൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ പൊല്യൂഷൻ, എയ്ഡ്സ്, പിന്നെ ഡൗറി, സ്ത്രീധന നിരോധനം എന്നിവയെ കുറിച്ചൊക്കെ അറിയാൻ ക്യാമ്പുകൾ നടത്തുക. ക്ലിയർ അല്ലേ? 7ാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മുടെ 7th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ മോക്ക് ടെസ്റ്റ് മിസ് തരാം, ഇത് ഇടാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 6th വൺ കേട്ടോ. 6th ചാപ്റ്റർ, 6th യൂണിറ്റ്.
ഓക്കെ, 6th യൂണിറ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം. ഓക്കെ, ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ അതിന്റെ റൂഫിങ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൂഫ്. റൂഫ് എന്താ? മേൽക്കൂര. മേൽക്കൂര അല്ലെ, മേൽക്കൂരനെ പറ്റിയുള്ള കാര്യങ്ങള്, അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെ ഫ്ലോറിങ്, അങ്ങനെയുള്ള കുറച്ച് സിറ്റിംഗ് അറേഞ്ച്മെന്റ്, സീറ്റ് അറേഞ്ച്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ബ്ലാക്ക് ബോർഡ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. യൂണിഫോം, അതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നമുക്ക് കേട്ടോ. അപ്പോ 6th യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് എ ക്ലാസ് ഓഫ് ദ ക്ലാസ് റൂം. ഫസ്റ്റ് വൺ ആണ് റൂഫിംഗ്. There are 4 types of roofing. ഇപ്പൊ 4 രീതിയിലാണ് റൂഫിംഗ് ഉള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ എങ്ങനെയായിരുന്നു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ കാലഘട്ടത്തൊക്കെ ഓടിട്ടതായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഓലമേഞ്ഞതും. ഓലമേഞ്ഞല്ലേ? ഓക്കെ, നമ്മുടെ അച്ഛന്മാരും അമ്മമാരൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഓലമേഞ്ഞതൊക്കെ ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 4 types ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം, artsy centering. Many of the schools are with artsy centering and with 1 and or 2 top floors. People like to enter their kids to most this type of schools only. ഇവിടെ പറയുന്നത് എന്താണ്? ആർസി സെൻട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഇട്ട അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു റൂഫിങ്ങിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ, കോൺക്രീറ്റ് മേഞ്ഞത്. അപ്പോ മെനി സ്കൂൾസ് ആർ ഇൻ ആർസി സെൻട്രിങ് ആൻഡ് 1 to 1 floors. തട്ടുതട്ടുകളായിട്ടുള്ള നിലകളുള്ള സ്കൂളുകളിലൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള കാലഘട്ടത്തേക്ക് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിലകള്, ബിൽഡിങ്സ് ഒക്കെ ഉള്ള നിലകൾ, 1 or 2 തട്ടുകളുള്ള നിലകളുള്ള സ്കൂളുകളിലും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇട്ട അല്ലെ അങ്ങനെയുള്ള റൂഫിംഗ് ഉള്ള സ്കൂളുകളിലൊക്കെയാണ് പഠിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ എന്താണ് എല്ലാ പാരന്റ്സിനും അല്ലെങ്കിൽ പീപ്പിൾസിനൊക്കെ എന്താണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ചേരാനായിട്ടായിരിക്കും ഇഷ്ടം അല്ലെ? അല്ലെങ്കിൽ ഓടുമേതോ അല്ലെങ്കിൽ ഓലമേതോ ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ പഠിക്കുന്നതിനെക്കാട്ടിലും സുഖം എന്താണ് ഇവിടെയുള്ള ഇത്രയും കൂടി നല്ലൊരു എന്താണ് ടോപ്പ് ആയിട്ടുള്ള സ്കൂളുകളിൽ അല്ലെ, കോൺക്രീറ്റ് അതുപോലെ തന്നെ നിലകളുള്ള സ്കൂളുകളിൽ അല്ലെ, ഇത്തിരി ടോപ്പ് ആയിട്ടുള്ള സ്കൂളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളിലേക്കാണ് പാരന്റ്സിനായാലും പീപ്പിൾസിനായാലും ചേർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. അപ്പൊ ആർസി സെൻട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് റൂഫിംഗ് കേട്ടോ, കോൺക്രീറ്റ് ഇട്ട അങ്ങനെയുള്ള തട്ടുതട്ടുകളായിട്ടുള്ള നിലകളുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ അവിടെ മെനി സ്റ്റുഡൻസ്, അവർക്ക് കുറേയധികം പീപ്പിൾസിന് ഇഷ്ടം എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കാനായിട്ടായിരുന്നു. ഇനി എന്താണ് ടിൽ റൂഫിംഗ്? ഓക്കെ, ടിൽ റൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട് മേഞ്ഞത്. നമ്മളെ സബീന പറഞ്ഞല്ലേ ഓട് മേഞ്ഞതുണ്ട്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? ഓല മേഞ്ഞത് അല്ലെ? ഓക്കെ, അപ്പോ ഓട് മേഞ്ഞതിന്റെയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദി ക്ലാസ് റൂം ഓഫ് ഓൾഡ് ടൈപ്പ് ഓഫ് സ്കൂൾ ഹാവ് ടിൽ റൂഫ് ഓൺലി. Correlate with the RC roofing, this type will be hot. അപ്പോ നമുക്കറിയാം എന്താണ് ഈ ഓട് മീനതൊക്കെ ആകുമ്പോൾ വളരെ ചൂട് കാലത്തൊക്കെ വളരെ ചൂടായിരിക്കും അല്ലെ, വളരെ ചൂടും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഓട് മീൻ പണ്ടുള്ള കാലഘട്ടത്ത് ഓൾഡ് ടൈപ്പ് ഓഫ് സ്കൂളിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഓട് മീന സ്കൂളൊക്കെ ഉണ്ടായിരുന്നത്. പണ്ടുള്ള കാലഘട്ടത്തൊക്കെ ആയിരുന്നു. അതെന്താണ് വളരെ
RC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺക്രീറ്റ് ടൈപ്പ് ആണ്. അത് വളരെ ഹോട്ടാണ് അല്ലെ. ഓക്കെ, ഓടിനെക്കാട്ടിയും വളരെ ഹോട്ടാണ്. ഓട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തേക്ക്, ഇപ്പോ ചൂട് കൂടുതലുള്ള കാലഘട്ടത്തൊക്കെ ആളുകൾ പിന്നെ ഓട് മേഞ്ഞ വീടുകളിലേക്ക് മാറുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ നമ്മളുടെ ഈ കാലഘട്ടത്തൊക്കെ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ എന്താണ്, എല്ലാവരുടെയും വീട്ടിലും ചിലപ്പോ AC ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ AC വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പോ കോൺക്രീറ്റ് വീടുകളൊക്കെ ആണെങ്കിലും അവരും എന്തിടുന്നുണ്ട്, ഷീറ്റ് മുകളിൽ അടിക്കുന്നത് പോലെ തന്നെ, ആസ്പെറ്റോസ് അടിക്കില്ലേ, അതുപോലെ തന്നെ ഓട് മേഞ്ഞിട്ട്, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ അവര് ഓട് മേഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് മേൽക്കൂരകൾ. കാരണം എന്താണ്, ചൂടായിട്ട് വളരെ കിടക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പൊ ഓടിട്ടതാണെങ്കിൽ എന്താണ്, ഇത്തിരി കാറ്റും അല്ലെങ്കിൽ തണുപ്പൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട്. ഓക്കെ, കോൺക്രീറ്റിനെ അപേക്ഷിച്ച് എന്താണ്, അതില് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓട് മേഞ്ഞ വീടുകളിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് റൂഫിങ്ങിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അറേഞ്ചിങ് ദ ഫോൾസ് റൂഫ് മീൻസ് സോൾവ് പ്രോബ്ലംസ് ഇൻ എക്സ്റ്റെന്റ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഓട് മേഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്, ചൂടിൽ നിന്നൊക്കെ ഇത്തിരി ശമനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പഴയ കാലഘട്ടത്തിലുള്ള സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള ഓട് മേഞ്ഞ സ്കൂളുകളാണ് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. ഇനി എന്താണ്, ഷീറ്റ് റൂഫിംഗ്, ഷീറ്റിട്ട സ്കൂളുകൾ അല്ലെ, ഷീറ്റിട്ട മേൽക്കൂരകള്. അങ്ങനെയാണ് ഷീറ്റ് റൂഫിങ്ങിനെ ഉദ്ദേശിക്കുന്നത്. ഷീറ്റ് റൂഫിംഗ് മേ ബി എ സിമെന്റ് ഷീറ്റ് റൂഫിംഗ്, ആസ്പെറ്റോസ് ഓർ തിൻ ഷീറ്റ് റൂഫിംഗ് ഓർ ലൈറ്റ് റൂഫിംഗ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അനന്തര നെയിമുകളാണ് കേട്ടോ. ആസ്പെറ്റോസ്, അതുപോലെ തന്നെ തിൻ ഷീറ്റ് റൂഫിംഗ് ഉണ്ട്, അതുപോലെ ലൈറ്റ് റൂഫിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. അപ്പോ ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ദ ക്ലാസ് റൂം വിത്ത് ഷീറ്റ് റൂഫിംഗ് ആർ മെയ്ഡ് ലൈക്ക് ഷെഡ്സ്. ഓക്കെ, അപ്പോ മിസ് ഇത് കഴിഞ്ഞിട്ട് ഈ പാഠഭാഗം എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് റൂഫിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഓട് മേഞ്ഞത്, അതുപോലെ നെക്സ്റ്റ് പറയുന്നതാണ് സി ആണ് ഇത് ഷീറ്റ് കൊണ്ട് മേഞ്ഞ സ്കൂളുകളും ഉണ്ടായിരുന്നു അല്ലെ പണ്ടുള്ള കാലഘട്ടത്ത്. ഓക്കെ, അപ്പൊ ഒരു ഷീറ്റ് മേഞ്ഞത് നമ്മൾ ആസ്പെറ്റോസ് അതുപോലെയുള്ള കാര്യങ്ങളാണ് മേൽക്കൂരകളിൽ റൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഓരോ ഷെഡ് പോലെയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ക്ലാസ് റൂമുകൾ എന്താണ്, ഷീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഷെഡ് പോലെയാണ് അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഷെഡ് പോലെ 4 ഭാഗവും ചുമരുകളുണ്ടാവും. മേലിൽ എന്തുണ്ടാവും, റൂഫിങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഷീറ്റാണ് ഇവര് ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് touched roofing, though it can provide good health to the person residing under it. People normally consider a schools having touched roofing as a poor school. Okay, touched എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബീന പറഞ്ഞല്ലേ, ഓല മേഞ്ഞത്, അങ്ങനെയുള്ള മേഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഓല മേഞ്ഞതുകൾ പഴയ കാലഘട്ടത്തൊക്കെ ഓടൊക്കെ വന്നേക്കാട്ടിലും മുമ്പ് എന്തായിരുന്നു, ഓല മേഞ്ഞത് അല്ലെ. ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാൻ പറ്റും, ഞങ്ങള് വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. അവിടെയുള്ള ആളുകളൊക്കെ ഒരു പുല്ല് കൊണ്ട് മേഞ്ഞ വീടുകളിലൊക്കെയാണ് അല്ലെ. ഇപ്പോഴും തമിഴ്നാട്ടിലെ ആളുകളൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ വീടുകളായിരിക്കും, അവരുടെ മേൽക്കൂര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് കൊണ്ട് അതുപോലെ തന്നെ ഓല കൊണ്ടൊക്കെ മേഞ്ഞ വീടുകളാണ് കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ പണ്ടുള്ള കാലഘട്ടത്തൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള റൂഫിംഗ് ഉപയോഗിച്ചിട്ടുള്ള മേഞ്ഞ എന്താണ് സ്കൂളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനെ പറഞ്ഞിരുന്നത് ഓല കൊണ്ട് മേഞ്ഞതായത് കൊണ്ട് തന്നെ പൂർ സ്കൂൾ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കാം. Apart from this, sometimes the classes are taken in a open air, possibly under trees. ഇനി നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. എങ്ങനെയാണെന്ന് പറയാം, ഗുരുകുല വിദ്യാഭ്യാസം പണ്ടുള്ളത് അല്ലെ. എന്താണ്, ഗുരു എന്ത് ചെയ്യും, ട്രീയുടെ അവിടെ ഇരിക്കും അല്ലെ, ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കും. കുട്ടികള് എന്ത് ചെയ്യുന്നുണ്ട്,
അടിയിലിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. ഗുരുകുല വിദ്യാഭ്യാസം കണ്ടിട്ടുണ്ടോ? പഴയ കാലഘട്ടത്തൊക്കെ ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം, മരത്തിന്റെ അടിയിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അല്ല മിസ്സേ, ഗുരുകുല വിദ്യാഭ്യാസം പറഞ്ഞ ഗുരുവിന്റെ വീട്ടിൽ ചെന്നിട്ട് കുട്ടികൾ പഠിക്കണല്ലേ? ട്രീയുടെ അടിയില്, ഓക്കെ ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ എന്താണ് മരത്തിന്റെ അടിയിലിരുന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി കേട്ടോ. ഞാൻ അത് സബീന പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. മരത്തിന്റെ അടിയിലിരുന്ന് നമ്മൾ പഠിപ്പിക്കാറില്ലേ, സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയും എന്താണ് അങ്ങനെയുള്ള പണ്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെ പറഞ്ഞിരുന്നത് എന്താണ്? ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. ഓക്കെ, ട്രീയുടെ അടിയിലാണ് അല്ലെ, ട്രീ ആണ് നമുക്ക് എന്ത് മേൽക്കൂരയായിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്നതാണ് ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. മനസ്സിലായോ? ഇത്രയും രീതികളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓല മേഞ്ഞത്, അതുപോലെ ഷെഡ്, ആസ്പെക്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കോൺക്രീറ്റ്, അതുപോലെ തന്നെ എന്താണ് നമ്മള് നെക്സ്റ്റ് പറഞ്ഞത് ഓഡിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 4 രീതിയിലാണ് പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ എന്താ റൂഫിംഗ്, മേൽക്കുരകളൊക്കെ നിലനിന്നിരുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതില് സി കാറ്റഗറിയില് ഷീറ്റ് റൂഫിങ്ങില് ആസ്പെക്ടോസ്, അതുപോലെ തിൻ ഷീറ്റ് റൂഫിംഗ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അനന്തരം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. അതുപോലെ ട്രീ റൂഫിംഗ് ക്ലാസ്സസ്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, ക്ലിയർ ആയോ? 4 കാര്യങ്ങളും റൂഫിംഗ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം ഫ്ലോറിംഗ്. Whatever may be the roofing, the flooring is a normal to be a cement. അല്ലെ, ഫ്ലോർ അല്ലെ, ഫ്ലോറിങ് എങ്ങനെയാണ്? സിമെന്റ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അല്ലെ. ദിസ് എന്താണ്, വേറെയും ടൈപ്പുകൾ ഉണ്ട്, നോക്കിക്കോളൂ. ദ മഡ് ഫ്ലോറിംഗ്. മഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, കളിമണ്ണൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ കൗട്ട്, എന്താണത്? ചാണകം മെഴുകാറുണ്ട് അല്ലെ. പണ്ടുള്ള സിനിമയിലൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവര് ഹിന്ദുസ് ഒക്കെ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഈ ചാണകം കൊണ്ട് മെഴുകിയിട്ടൊക്കെയാണ് അല്ലെ, നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫ്ലോറിംഗ് ഒക്കെ അങ്ങനെ ചാണകം കൊണ്ട് മെഴുകിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ കളിമണ്ണ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ വിൽ മേക്ക് ദ ലെഗ്സ് ആൻഡ് ഡ്രസ് ദ സ്റ്റുഡൻസ് ബർത്ത്ഡേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇപ്പൊ ചാണകം കൊണ്ട് മെഴുകിയിട്ട് കളിമണ്ണ് കൊണ്ടൊക്കെ നമ്മള് ഫ്ലോറിംഗ് അത് അങ്ങനെ മെഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോ കുട്ടികളില് അല്ലെ, പഠിക്കാൻ വരുന്ന കുട്ടികളിലെ കാലുകള്, ഡ്രസ്സുകളൊക്കെ എന്താവും? ചാണകമൊക്കെ ആവാനോ അല്ലെങ്കിൽ കളിമണ്ണ് അല്ലെങ്കിൽ അഴുക്കാവാനായിട്ട് അല്ലെ, ചീത്തയാവാനായിട്ട് സാധ്യതയുണ്ട്. സോ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറൈസ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്, അറൈസ് ചെയ്തു. Though the Madam Montessori insisted the students sit on the floor, parents accept only ഫർണിച്ചർ. അപ്പോ എന്താണ് ഈ മാഡം മോണ്ടിസോറി, മരിയ മോണ്ടിസോറി എന്താണ് പറയുന്നത്? കുട്ടികള് പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഫ്ലോറിൽ ഇരുന്ന് പഠിക്കണം എന്നാണ് അവര് പറയുന്നത്.
ഓക്കെ, മരിയ മോണ്ടിസോറി, അതിനെയാണ് നമ്മൾ മാഡം മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പോ മാഡം പറയുന്നത് എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫ്ലോറിൽ ഇരുന്നുകൊണ്ടാണ് പഠിക്കേണ്ടത്. Okay, if the furniture is not available, the teachers should spread something like a mat or carpet on the floor. Okay, അപ്പൊ പാരന്റ്സ് എന്താണ് ഫർണിച്ചറിൽ ഇരുന്ന് പഠിക്കണം എന്നാണ് അവർ പറയുന്നത്. കുട്ടികൾ ഫർണിച്ചറിൽ ഇരുന്നോട്ടെ എന്നാണ് അവർക്ക് ഇഷ്ടം, ഇരുന്ന് പഠിക്കാനായിട്ടാണ് കുട്ടികളുടെ പാരന്റ്സിന് ഇഷ്ടം. പക്ഷേ ഈ മോണ്ടിസോറി, മരിയ മോണ്ടിസോറി പറയുന്നത്, മാഡം മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്, ഫ്ലോറിൽ ഇരുന്ന് കൊണ്ട് പഠിക്കണം. അപ്പോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അറേസ് ചെയ്ത് വന്നു അല്ലെ, ഡേർട്ടി ആവാനായിട്ടുള്ള ഡ്രസ്സുകളായാലും കാറുകളായാലും ഇങ്ങനെ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇങ്ങനെ ടീച്ചർമാരിങ്ങനെ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ ഡേർട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം, എന്താ യൂസ് ചെയ്യണം, മാറ്റ് ഓർ കാർപ്പറ്റ് അല്ലെ, കാർപ്പറ്റോ അല്ലെങ്കിൽ മാറ്റോ വിരിച്ചിട്ട് കുട്ടികളെ അതിലിരുത്തി പഠിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഫ്ലോറിൽ ഒന്ന് വായിക്കാം കേട്ടോ. ഞാനേ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്, എനിക്ക് വയ്യാത്തത് കൊണ്ട് ക്യാമറ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. ഞാനോർത്ത് എന്റെ റേഞ്ച് പ്രശ്നമായിരിക്കും, അതാ ചോദിച്ചേ. കുഴപ്പമില്ലല്ലോ ക്യാമറ ഓഫ് ചെയ്തതുകൊണ്ട്? ഇല്ല മാം. ഇനി നെക്സ്റ്റ് നോക്കാം, സൈഡ് വാൾസ്. For the Indian atmosphere, that too generally in plains, the fully covered that too with the closed door type of classrooms are not advisable, specifically for the primary and pre-primary classes, and parapet wall is enough. Okay, ഇവിടെ എന്താണ്, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അല്ലെ, പൊതുവെ സമതലങ്ങളിൽ പൂർണ്ണമായും മൂടിയതും അത് അടച്ചിട്ട വാതിലുകളും ഉള്ളതുമായിട്ടുള്ള ക്ലാസ് റൂമുകൾ അഭികാമ്യമല്ല. ഇപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ട് കാലങ്ങളിലൊക്കെ ചിലപ്പോ എന്താണ് ഒരു ഹാളിലായിരിക്കും, എന്നിട്ട് ഹാള് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഈ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പോ കാർബോർഡിന്റെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു ഹാളിലായിരുന്നു, ആ ഹാള് എന്ത് ചെയ്തു, ഒരു 4-5 ക്ലാസ് റൂംസ് ആക്കി തിരിക്കും. എന്തെങ്കിലും കാർബോർഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തിരിച്ചിട്ട് ആണ് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചിട്ട റൂംസിൽ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് എയേഴ്സ് പോവാനായിട്ടും അത് ഇത്തിരി നമുക്ക് അഡ്വൈസബിൾ അല്ല അല്ലെ, അഭികാമ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എയേഴ്സ് കടക്കാനായിട്ടും വെന്റിലേഷൻ കടക്കാനായിട്ടും നല്ല രീതിയിൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുമാണ് അങ്ങനെയുള്ള ഒറ്റ ഹാളിൽ കുട്ടികളെ ഇരുത്തി അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടച്ചിട്ട റൂംസിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഇപ്പോ ഒരു ഹാളിലൊക്കെയാണ് കുട്ടികൾ ഇരിക്കുന്നതെങ്കിൽ ക്ലാസ് റൂം ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടോ? ക്ലിയർ ആയോ? ഇനി ബ്ലാക്ക് ബോർഡ്സ് ഒന്ന് വായിച്ചു നോക്കിയും. ബ്ലാക്ക് ബോർഡ്സ് 5 types of blackboards ഉണ്ട്. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ.
ഇതൊക്കെയാണ് വാൾ മെയ്ഡ് ബോർഡ്സ്, ഫിക്സ്ഡ് ബോർഡ്സ്, സ്റ്റാൻഡ് ബോർഡ്സ്, റോളിംഗ് ബോർഡ്സ്, അതുപോലെ സ്ക്രീൻ ബോർഡ്. വായിച്ചു നോക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞോ? 5 ബോർഡ്സും 5 ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ്. ഓക്കെ, ആർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് പറയാം. പറഞ്ഞു. വാൾ മെയ്ഡ് ബോർഡ്, അതായത് ചുമരിൽ തന്നെ നമ്മൾ വെച്ചിരുന്ന ബോർഡ്സ്, അതായത് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്ന ബോർഡ്. പിന്നെ സെക്കൻഡ് ടൈപ്പ് വന്നിട്ട് നമുക്ക് സൈഡിൽ പ്ലൈവുഡ്സ് അല്ലെങ്കിൽ മരത്തിന്റെ കൊണ്ട് ഉണ്ടാക്കിയ ബോർഡ്സ് നമുക്ക് എടുത്തു മാറ്റാം. ഈ ആണിയിലൊക്കെ ഹൂക്ക് ചെയ്തിട്ട് നമുക്ക് ആ വേണ്ടപ്പോ എടുക്കാം, പിന്നെ അത് മാറ്റാം, അങ്ങനെ ചെയ്യുന്ന ബോർഡ്സ്. നെക്സ്റ്റ് സ്റ്റാൻഡ് ബോർഡ്. സ്റ്റാൻഡ് ബോർഡ് മാക്സിമം ഈ ഡ്രോയിങ് പെയിന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ യൂസ് ചെയ്യുന്ന ബോർഡാണെന്ന് തോന്നുന്നു മാം. അങ്ങനത്തെ ബോർഡ്. റോളിംഗ് ബോർഡ്. എന്താ മാം? അല്ല, സ്റ്റാൻഡ് ഉണ്ടാവും പറഞ്ഞതാണ്. സ്റ്റാൻഡ് വെച്ചിട്ടാണ് ബോർഡുകൾ എഴുതുന്നത്. പിന്നെ റോളിംഗ് ബോർഡ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ അവരെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ബോർഡ്, നമുക്കത് വരയ്ക്കാൻ ചുമരിൽ തൂക്കും, പിന്നെ നമ്മളത് എടുത്ത് റോൾ ചെയ്ത് വെക്കുന്ന ബോർഡ്. ഒരു ബ്ലാക്ക് കളറില് ഷീറ്റ് പോലത്തെ അല്ലേ? ഷീറ്റ് പോലത്തെ മറ്റേ ചാർട്ട് പേപ്പർ പോലത്തെ കുറച്ചും കൂടി ഇതുള്ള ഷീറ്റ് പോലത്തെ ബോർഡ്. നെക്സ്റ്റ് സ്ക്രീൻ ബോർഡ്. മാം അതൊന്നു മാത്രമായിരിക്കും പറയോ ഇവിടെ ഒരാൾക്കാര്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സബീന? പറയാം മാം. വാൾ മെയ്ഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെന്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് അവിടെ വെച്ചേക്കുക. അതിന് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എടുത്ത് റിമൂവ് മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവശ്യം വരും അത് മാറ്റാൻ പറ്റത്തും ഇല്ല. പിന്നെ വാൾ ഫിക്സഡ് ബോർഡ് എന്ന് പറയുന്നത് വുഡൻ തടിയും കൊണ്ടോ അല്ലെങ്കിൽ പ്ലൈവുഡ് കൊണ്ടോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യുവോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുകയോ ചെയ്യാം. ദെൻ തേർഡ് വൺ സ്റ്റാൻഡ് ബോർഡ്. സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്ത് വെക്കുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഫിക്സ് ചെയ്യുവോ മാറ്റുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ എന്താണ് റിസ്ക് ഉണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ടൊക്കെ ഫിക്സ് ചെയ്തില്ല അതെ കാല് വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ദെൻ ഫോർത്ത് വൺ റോളിംഗ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് അത് പെർഫെക്റ്റ് അല്ല, പക്ഷെ ടെമ്പററി പർപ്പസിന് നമുക്ക് എവിടെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എവിടോട്ടെങ്കിലും മാറ്റി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് റോൾ ചെയ്ത് അത് കൊണ്ടുപോകാം. ആവശ്യം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുകയും ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത് സ്ക്രീനായിട്ട് ഉപയോഗിക്കാം, ബോർഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റ് കളർ ആയിട്ടുള്ളത്, മാർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ? വൈറ്റ് ബോർഡ് കേട്ടോ, അതാണ് സ്ക്രീൻ ബോർഡ്. ക്ലിയർ അല്ലേ? 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ്. ഓക്കെ അല്ലേ? ഇനി മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഇന്ന് എടുക്കുന്നുള്ളൂ മിസ്. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ആരാണ് ഇനി സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് ഞാനാണ്. ഒരു ചെറിയ തോട്ട് പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു ബ്രിട്ടീഷുകാരൻ സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാന്യമായി തോന്നാൻ ശരിയായ വസ്ത്രം ധരിക്കാൻ കഴിയാത്തതെന്ന്. സ്വാമി വിവേകാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
നിങ്ങളുടെ സംസ്കാരത്തിൽ ഒരു തയ്യൽക്കാരൻ മാന്യനെ സൃഷ്ടിക്കുന്നു, പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ സ്വഭാവം മാന്യനെ സൃഷ്ടിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് നമ്മൾ പഠിച്ചത് യൂണിറ്റ് 7th സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമും സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിനെ കുറിച്ചും പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ 6th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. അതിൽ റൂഫിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതിൽ 4 ടൈപ്പ് റൂഫിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ഫ്ലോറിങ്ങിനെയും പഠിച്ചു. അതിൽ ബ്ലാക്ക് ബോർഡ് അത് 5 ടൈപ്പ് ഉള്ളതും പഠിച്ചു. ക്ലാസ് എടുത്തുന്ന മിസ്സിനും പിന്നെ ബാക്കിയുള്ളവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.